അത് ചെലവാക്കേണ്ട തീരുമാനിക്കുന്നത് മൊത്തം ആടുണ്ടാകുന്ന പുരുഷന്മാർ. ഇത് വെച്ചോ നല്ല ആളുകളെ നല്ല കേന്ദ്രീകരിക്കുകയും അവരോട് നമ്മുടെ വനിതകൾക്ക് മാത്രമായി വനിതാ കമ്മീഷൻ മറ്റും വന്നിട്ടുണ്ട്. ഒരു ജോലി കിട്ടിയാൽ തന്നെ ഒരു രാജ്യസംഘത്തിലുള്ള ഒരു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് അഴകാണ് തങ്കപ്പതക്കം. പല സ്ത്രീകൾ ജയിച്ച ചേരിക്ക് പണിയെങ്കിലാവുന്ന കണ്ടം. ഇവൾ സീതയാവാം, കൃഷ്ണയാവാം, ഇവളാണ് ഭാരതശ്രീ. നാം എത്രയേറെ പ്രസംഗിച്ചാലും സ്ത്രീ ഇന്നും ആ അവസ്ഥയിൽ നിന്ന് മോചിതയായിട്ടില്ല. സ്ത്രീ ഇന്ന് ഓരോ രംഗത്തിലും എങ്ങനെയാണ് മുന്നോടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവളുടെ അവസ്ഥ എന്താണ് എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഈ പാനൽ ചർച്ച ചർച്ചയിലെ വിഷയം. ഇതിൽ പങ്കെടുക്കുന്നവർ അമുദാബി, കീർത്തനായൻ, രത്നരാജൻ, ജാസ്മിൻ കുമാർ, സൗമിനി ഇ.കെ, അക്ഷയ സിയൽ, ഭാഗ്യശ്രീ എന്നിവരാണ്. സ്ത്രീ ഇന്ന് ഓരോ രംഗത്തിലും പ്രകടനം മികവുറ്റതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അമൃതയുടെ അഭിപ്രായം എന്താണ്? നമ്മുടെ നിയമസഭയില് നാട്ടിൽ തന്നെ നോക്കിയാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് സ്ത്രീകൾക്ക് കൂടുതൽ 50% സംവരണം എന്ന് പറഞ്ഞാൽ ഒന്നും ഭരിക്കാനൊന്നും ഇല്ലാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെയാണ് സ്ത്രീകൾക്ക് 50% നമ്മൾ കൊടുത്തിട്ടുള്ളത്. എന്തായാലും രാജ്യസഭയിലേക്ക് ലോകസഭയിലേക്ക് നോക്കിയാൽ ഒരു 5% പോലും സ്ത്രീകളെ അതിനകത്ത് ഉൾപ്പെടുത്താൻ, ആ ഒരു ലോകസഭയിലും രാജ്യസഭയിലും ഉൾപ്പെടുത്താൻ നമ്മുടെ പുരുഷ ഭരണാധികാരികൾ ഇതുവരെ തയ്യാറായിട്ടില്ല. അവര് ഓരോ പാർട്ടിയിൽ നിന്നും ഒരു സ്ത്രീയെ പോലും എടുക്കാൻ അവർ തയ്യാറായിട്ടില്ല. ഇത്തരത്തിലുള്ള നമ്മുടെ ലോകസഭയുടെ രാജ്യസഭയുടെ തീരുമാനം മാറ്റേണ്ടതുണ്ട്. അവിടെ സ്ത്രീകൾക്ക് എന്തായാലും സ്ത്രീകളുടെ കഴിവ് തെളിയിക്കാനാവും എന്നത് തെളിയിക്കുന്ന ഒട്ടേറെ സംഭവങ്ങളുണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ. അപ്പം എന്തുകൊണ്ടും രാജ്യസഭയിലും ലോകസഭയിലും 30% എന്ന് പറഞ്ഞ് പൊതുവിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. പക്ഷെ ഇതുവരെ 5% പോലും പാസ്സാക്കി എടുക്കാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. അത് പാസ്സാക്കി എടുക്കേണ്ടത് നമ്മുടെ ഓരോ സ്ത്രീകളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അതെന്തായാലും സ്ത്രീകൾക്ക് ആ ഒരു പ്രാതിനിധ്യം നമ്മൾ കൊടുക്കണം. അതെ, നാട്ടിൽ പാതിയോളം പെണ്ണാണ്, എന്നിട്ടും അധികാരത്തിൽ എത്ര പേരാണ് സ്ത്രീകൾ ഉള്ളത് എന്നത് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇപ്പൊ കുടുംബശ്രീയും മറ്റും സ്ത്രീകൾ വിജയകരമായി നടത്തിക്കൊണ്ടുവരുന്ന പദ്ധതികളാണ്. അന്നേരത്തെ അത്തരം പ്രവർത്തനങ്ങളിലൂടെ തന്നെ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ഈ അധികാരം നൽകാൻ വേണ്ടിയിട്ട് മടിക്കുന്നത് വളരെ ഒരു മോശം പ്രവണതയാണ്. മറ്റു സ്ത്രീകളിന്ന് മാധ്യമങ്ങള് സ്ത്രീകളെ ഒരു വിൽപ്പന കച്ചവടത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. സ്ത്രീ ശരീരങ്ങള് ഇങ്ങനെ ഈ സോപ്പ് മുതൽ സോപ്പുകളിൽ ഏത് സാധനങ്ങൾ വിൽക്കാനും സ്ത്രീ ശരീരത്തിന് ഒരു കഴിവായിട്ട് ഈ മാധ്യമങ്ങൾ ഉപയോഗിക്കും. ശരിക്കും അവിടെ എല്ലാവരും വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഈ മാധ്യമങ്ങളെല്ലാം സ്ത്രീയുടെ കഴിവ് ഉയർത്തിക്കാട്ടുക എന്നാണ്. പക്ഷെ അതിന്റെ ഇടയിലും സ്ത്രീയുടെ ശരീര സൗന്ദര്യം അവിടെ ചൂഷണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീകൾ ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്നത് മാധ്യമങ്ങളിൽ മാത്രമാണ്. ഏതൊരു പരിസ്ഥിതിയിൽ ഇപ്പൊ നോക്കിയാൽ നമുക്ക് കാണാം, സ്ത്രീ എന്ന് പറയുന്നത് എത്ര ചൂഷണം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചൂഷണം ചെയ്യുന്നുണ്ട് ഏതൊരു പരിസ്ഥിതിയിൽ നോക്കിയാലും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ സിനിമ. ഇപ്പൊ നമ്മള് മികച്ച സംവിധായകരും മികച്ച സിനിമയും നമുക്ക് തന്ന ഒരു സിനിമാ സംവിധാനമാണ് ഇന്നോളം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ എന്ന് പറയുന്നത് വെറും നായകന്റെ പിറകെ പാട്ടുപാടി നടക്കാൻ ഉപയോഗിക്കുന്ന വെറും ഒരു കളിപ്പാവയെ പോലെയാണ് നായികയെ കാണുന്നത്. നായികയ്ക്ക് ഒരു പ്രാധാന്യം നമ്മുടെ സിനിമയിൽ നിന്ന് കൊടുക്കുന്നില്ല. ചുരുക്കം ചില സിനിമകളിലെങ്കിലും ആ സ്ത്രീയുടെ പ്രാധാന്യം വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നമ്മുടെ സ്ത്രീകള് വെറും ഒരു എന്താ പറയാ കളിപ്പാവയെ പോലെയാണ് ഇന്നത്തെ സിനിമ അവിടെ ചിത്രീകരിക്കുന്നത്.
ഇപ്പോ കുടുംബത്തിലെ ഒരു സ്ത്രീ കളക്ടർ ആയാൽ പോലും പിന്നെ പൊതുവെ വീട്ടിലെത്തിയാൽ ഭർത്താവിന്റെ ഒരു അടിമയാകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്. അത് ഏതൊരു ജോലിക്ക് ഏറ്റവും വലിയ മന്ത്രി ആയാൽ പോലും വീട്ടിലെത്തിയാൽ ആ സ്ത്രീക്ക് പിന്നെ പുരുഷന്റെ ഭർത്താവിന്റെ മുമ്പിൽ അടിമയെ പോലെ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്ത് മക്കളെ നോക്കും. അതുപോലെ കഷ്ടപ്പെടുന്ന ഒരു ഭാര്യയായിട്ടുള്ള ഒരു പദവി നിർവഹിക്കണം എന്നുള്ള ഒരു കർമ്മ കൂടി സ്ത്രീക്കുണ്ട്. പൊതുവെ പിന്നെ വീട്ടിലെ കുടുംബത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലായാലും സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല. ഭർത്താവിനോട് ചോദിച്ചിട്ട് അവരുടെ അനുവാദം കൂടി മാത്രമേ അതൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ. അപ്പൊ അതുപോലെയാണ് പണ്ട് മുതലേ തുടങ്ങി വെച്ച ഒരു ക്രമം പോലെയാണ് ഇപ്പോഴും അത് തുടർന്നു പോകുന്നത്. അത് നമ്മുടെ സ്ത്രീകൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു തീരുമാനമാണ് പുരുഷന്റെ ഭാഗത്തുനിന്ന് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ കാണിക്കുന്നത്. ഇങ്ങനെ ഓരോ സ്ത്രീ എന്ന് വെച്ചാല് അവിടെ പലതരത്തിലുണ്ട് സമൂഹത്തില്. മകളായിട്ടുണ്ട്, അമ്മയായിട്ടുണ്ട്, ഭാര്യയായിട്ടുണ്ട്, ഒരു പെങ്ങളായിട്ടുണ്ട്. എന്നാൽ ഈ ജന്മങ്ങളെല്ലാം ഇങ്ങനെ ഓരോ ജന്മം കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ജന്മത്തിൽ വേണ്ട എന്തെല്ലാം ലഭിക്കണ്ടേ, ഒരു തുണിയോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. അപ്പൊ അതിനെക്കുറിച്ച് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഈ വ്യക്തികൾ പറയേണ്ടതായിട്ടുണ്ട്. അവരുടേതായ അഭിപ്രായങ്ങൾ. സ്ത്രീ കുടുംബത്തിൽ പറഞ്ഞാല് ഇന്ന് ജാസ്മിൻ പറഞ്ഞാല് നമ്മുടെ സമൂഹത്തിൽ കുറെ ഉയർന്ന സ്ഥാനങ്ങളിൽ സ്ത്രീകളുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഭർത്താവിന്റെ ഒരു ഈഗോ പറഞ്ഞാൽ പിന്നെ എന്നെക്കാളും ഓള് വലുതാവോ, ഓളെ ആ സ്ഥാനം കൊണ്ട് ഓള് വലുതാവോ എന്നുള്ള ആ ചിന്ത അത് സ്ത്രീയെ പിന്നെ അയാൾ ഇപ്പൊ സ്ത്രീയാണ് ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്നെങ്കിലും അത് ചെലവാക്കേണ്ട തീരുമാനിക്കുന്നത് മൊത്തം അടിണ്ടാവുന്ന പുരുഷന്മാരാണ്. അപ്പൊ പിന്നെ സ്ത്രീക്ക് വേണ്ടതായ അവർ അധ്വാനിച്ചിട്ടുണ്ടാക്കുന്ന പൈസ എന്തുകൊണ്ടും നമ്മൾ കാര്യം ചെയ്താൽ അധ്വാനിച്ച് നമ്മൾ നേടിയാൽ നമ്മളാണ് അതിന് ഫലം അനുഭവിക്കുന്നത്. പക്ഷെ അതെപ്പോഴും സ്ത്രീക്ക് കിട്ടുന്നുണ്ടോ? അതെ, അതായത് ഇപ്പോ പുരുഷന്റെ മേൽക്കോയ്മയാണ് നമ്മളെ ഈ സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇത് ഈ പുരുഷനെ കുറിച്ച് പുരുഷന്റെ ഈ മേൽക്കോയ്മ നിലനിൽക്കുമ്പോൾ നമ്മൾ ആ ജോലി സാധ്യതയെ കുറിച്ച് ഇപ്പൊ കീർത്തന പറഞ്ഞു, ഒരു സ്ത്രീ ജോലി ചെയ്തിട്ട് സമ്പാദിച്ചു കൊണ്ടുവരുമ്പോ പുരുഷൻ അത് കൊടുക്കേണ്ടി വരും. അവർക്ക് സ്വന്തമായി അതെങ്ങനെ വിനിയോഗിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമില്ല. അപ്പൊ ആ ജോലി രംഗത്ത് സ്ത്രീ എന്നാൽ സജീവമാണ്. പുരുഷന്മാർക്ക് തൊഴിലിൽ കൂടുതൽ സമയം ശ്രദ്ധ കഴിയുന്നുണ്ടെങ്കിലും ഈ സ്ത്രീകൾക്ക് അതിന് കഴിയുന്നില്ല. കാരണം അവർക്ക് ഏത് സമയം പിന്നെ വീട്ടിൽ കുഞ്ഞുങ്ങളുടെ അവസ്ഥ, അത് പിന്നെ വീട്ടിൽ പോയി എന്തെല്ലാം ചെയ്യുന്നത് അതിനെ കുറിച്ചെല്ലാം ആദ്യമായിരിക്കും. പുരുഷന്മാർക്ക് ഏത് സമയം അതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. പക്ഷെ സ്ത്രീകൾക്ക് കുടുംബത്തിനെ കുറിച്ചുള്ള ഈ മേൽവാദ്യമുണ്ടായിരുന്നു. അത് മാത്രമല്ല, കൂടുതൽ വ്യത്യസ്തമായ ജോലിയുടെ തലങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. അപ്പൊ ഈ തൊഴിലിടം എന്ന് പറഞ്ഞാല് നീതിപൂർവ്വം സമത്വമായിരിക്കണം. അതായത് പുരുഷന്മാർക്കും സ്ത്രീക്കും തൊഴിലിടങ്ങളിൽ ഒരേ സ്ഥാനമായിരിക്കണം. പക്ഷെ ഇന്നെന്ന് വെച്ചാല് ഈ പുരുഷനും സ്ത്രീയും ചെയ്യുന്നത് ഒരേ തൊഴിലായിരിക്കും. പക്ഷെ വേതനത്തിന്റെ കാര്യത്തിൽ പുരുഷനായിരിക്കും സ്ത്രീയെക്കാളും വേതനം കൂടുതൽ. പക്ഷെ അവര് രണ്ടുപേരും ചെയ്യുന്ന തൊഴിലിന്റെ അളവ് ഒന്നാണെങ്കിലും അവർക്ക് ലഭിക്കുന്ന വേതനം പുരുഷന്മാർക്കായിരിക്കും കൂടുതൽ. അതുമാത്രമല്ല തൊഴിലിടങ്ങളിൽ എന്തുകൊണ്ടും സ്ഥാനം പുരുഷന്മാർക്ക് തന്നെയാണ്. അവിടെ സ്ത്രീ എന്തോ അബലയാണ് എന്ന രീതിയിലാണ് മറ്റുള്ളവരുടെ ഒരു കാഴ്ചപ്പാട്. ഇത് സർക്കാർ ജോലിയിൽ ഇന്ന് സ്ത്രീ സജീവമാണ്. ഇന്ന് സർക്കാർ ജോലികളിൽ ഉണ്ടെങ്കിലും പക്ഷെ അവരെ സർക്കാർ ജോലി അവർക്ക് ലഭിക്കണമെങ്കിൽ തന്നെ അതിന് വേണ്ടിയുള്ള മുതലാളികളാണ്. അതായത് അവരെ മേലുദ്യോഗസ്ഥന്മാർ അവരെ ചൂഷണത്തിന് വിധേയമാക്കുന്നുണ്ട്. പിന്നെ അവർക്ക് അവരെ ജോലിയിലേക്ക് കൊണ്ടുവരുമ്പോൾ പറഞ്ഞ് പിന്നെ ഇന്ന് നീ ഇങ്ങനെ എന്റെ കൂടെ കഴിയണം, അങ്ങനെയൊരു കാഴ്ചപ്പാട് അവരിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ എന്തിനാ സ്ത്രീകൾ അരങ്ങത്തേക്ക് എത്തുക ഇത്തരത്തിലൊരു ചൂഷണം? അതെ, ഇപ്പൊ അവള് ഒരു നൈറ്റ് ഡ്യൂട്ടിക്കാൻ പറ്റാൻ നിയോഗിക്കപ്പെട്ടത് എങ്ങനെയാണ് ധൈര്യപൂർവ്വം ആ ജോലി ഏറ്റെടുക്കാം? ഒരു സുരക്ഷിതത്വം ഇല്ലാത്ത ഒരവസ്ഥയിലാണ് നമ്മളിന്ന് കഴിഞ്ഞു വരുന്നത്. പിന്നെ ഇത് കൂടാതെ നമ്മൾ ഈ പൊതുരംഗത്തേക്ക് വരുന്ന സ്ത്രീകളുടെ കാര്യം ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഇന്ന് പൊതുരംഗത്തിൽ എന്ന് വെച്ചാല് സ്ത്രീക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണ്. അവൾ കടന്നു വരുന്നെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ സപ്പോർട്ട് വളരെ ആവശ്യമാണ്. എന്നാൽ ഇന്നായി ലഭിക്കുന്നുണ്ട്. ഇനി പുരുഷ കേന്ദ്രീകൃത സമൂഹത്തില് അത്
അത് ലഭിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ച് നമ്മൾ രേഖ സംസാരിക്കുന്നതായിരിക്കും. ഇന്ന് സ്കൂളുകളിൽ ഒരു പൊതുവാണ് സ്കൂളുകളിൽ പോലും ഈ വിദ്യ പറഞ്ഞു കൊടുക്കേണ്ട അധ്യാപകർ തന്നെ ഈ പെൺകുട്ടികളെ പറ്റും ഇത്തരം ഈ അക്രമങ്ങൾക്ക് മറ്റും ഇരയാക്കുകയാണ്. ഈ സമയത്ത് ഈ സ്ത്രീകൾക്ക് സ്വന്തം വിദ്യാഭ്യാസം നേടി ഒരു ജോലി നേടണമെന്നുള്ള മോഹം പോലും നിഷ്ഫലമായി പോകുന്നൊരവസ്ഥ. അവർക്ക് ഒരു ജോലി കിട്ടിയാൽ തന്നെ ഒരു രാത്രി സമയത്തുള്ള ഒരു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് രാത്രി ഒറ്റയ്ക്ക് സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യമല്ല നമ്മുടെ ഈ സമൂഹത്തിലുള്ളത്. ഈ എത്രത്തോളം പകൽ സമയങ്ങളിൽ സ്ത്രീ ഈ സമൂഹത്തിൽ എത്രത്തോളം ശക്തമായി പ്രതികരിക്കുന്നവളായാലും രാത്രിയിൽ അവർക്ക് ഈ നമ്മുടെ സമൂഹത്തെ വായിക്കേണ്ടി വരും. ഈ അവസ്ഥയിൽ നിന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. അതെ, ഇപ്പൊ നമ്മൾ ഒരുപാട് വ്യക്തികളുമായി ഇടപെടുന്നവരാണ്. അപ്പൊ ഒരുപാട് സ്ത്രീകൾ നമുക്കറിയാം. അന്നേരം അവര് എത്രത്തോളം ഇവര് ഓരോ സർക്കാർ ജോലി ഏറ്റെടുക്കുന്നതിലും മറ്റും അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ തന്നെ അമ്മമാരൊക്കെ ചിലപ്പോൾ അത്തരത്തിൽ ജോലി ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അവർക്കുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പറയാവുന്നതാണ്. ഇപ്പൊ സ്ത്രീകൾക്ക് പൊതുവെ ഈ സ്ഥാപനങ്ങളൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇടവേള അവർക്ക് ബാത്റൂമിൽ പോകാൻ സൗകര്യമില്ല. അവർക്ക് പുരുഷന്മാരെന്ന് പറയുമ്പോൾ ഈ ഒരു എന്താ പറയാ അതിന്റെ ഒരു മറയിലെങ്കിൽ പോയി അവർക്ക് മുദ്രയിട്ടാന്നൊക്കെ വിചാരിക്കും. സ്ത്രീകളാകുമ്പോൾ അവരങ്ങനെ പൊതുസ്ഥലങ്ങളിൽ അവർക്ക് പറ്റില്ല. അപ്പൊ അതവര് ഒരു രാവിലെ വീട്ടിൽ വരികയാണെങ്കിൽ പിന്നെ തിരിച്ചെത്തുന്ന പിന്നെ രാത്രിയായിരിക്കും. അപ്പൊ രാത്രി വരെ ഇങ്ങനെ പിടിച്ചു നിൽക്കാന്ന് പറയുമ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. കൂടാതെ അവരുടെ മാനേജ് അത് കാണുന്നുണ്ടെങ്കിലും പിന്നെ അവരത് അതൊരു എന്താണ് അവർക്കൊരു ബാത്റൂം പുതിയതായിട്ട് നിർമ്മിച്ചു കൊടുക്കാനോ മറ്റോ അവർ ശ്രമിക്കുന്നില്ല. നമ്മുടെ പ്രാഥമികമായ കാര്യങ്ങൾ പോലും നിർവഹിക്കാനുള്ള അവസ്ഥ ഓഫീസുകളിലൊന്നും ഇന്ന് സാധ്യമല്ല. പിന്നെ അതുകൂടാതെ അവർ ഏതെങ്കിലും ഒരു സ്ത്രീ കൃത്യമായിട്ട് ഓഫീസിൽ എത്താറുണ്ടോ? അല്ലെങ്കിൽ എത്താറുണ്ട് ഇല്ലാന്നാണ് ഭൂരിപക്ഷത്തിൽ പറയാനുള്ളത്. അല്ലേ? നിങ്ങളുടെ ഇല്ല. സ്ത്രീക്ക് ഒരു കൃത്യം 10 മണിക്ക് എത്തണമെന്ന് വെച്ചാൽ അവരുടെ പ്രാരാബ്ദം മൂലം എത്താൻ പറ്റുന്നില്ല. അപ്പൊ സ്ത്രീകൾ എപ്പോഴും വീട്ടു ജോലിയൊക്കെ ചെയ്യുമ്പോൾ സ്ത്രീകൾ തന്നെ ചെയ്യണം. ഞങ്ങള് വലിയ ആൾക്കാരാണ്, ഞങ്ങൾക്ക് ചെയ്യാനൊന്നും പറ്റില്ല, ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ രാവിലെ വന്ന് ഇരുന്നോളാം, ബെഡ് കോഫി കിട്ടിക്കോളാം, പത്രം നോക്കി എടുത്ത് വായിച്ചോളാം. ഇതാണ് പുരുഷന്മാരുടെ ഒരു സ്വഭാവം, പൊതുവെ പറയുന്ന സ്വഭാവം. ചിലപ്പോൾ ചുരുക്കം ചില സ്ത്രീകളെ അടുക്കളയിൽ സഹായിക്കുന്നുണ്ടാവും. എന്നാലും പുരുഷന്മാരുടെ ഒരു പൊതുവായ ഒരു സ്വഭാവം ഇത്തരത്തിലാണ്. അപ്പൊ എന്തുകൊണ്ട് സ്ത്രീ അടുക്കളയിൽ തീയുടെയും പുകയുടെയും എരിഞ്ഞ് പണിയെടുക്കേണ്ടവരാണെന്ന് ആരെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. എല്ലാവരും അവരവരുടെ പണി സ്വന്തമായിട്ട് നിർവഹിക്കണം. അപ്പൊ സ്ത്രീ മാത്രം അടുക്കള പണി ചെയ്യണമെന്ന് ആരും പറഞ്ഞിട്ടൊന്നുമില്ല. പുരുഷന്മാർക്കും അതിന്റെ നേരത്തെ പങ്ക് അവർക്കാവുന്നതൊക്കെ അവരെ സഹായിക്കണം. അവരെ സഹായിച്ചെങ്കിൽ മാത്രമേ ഒരു ഇരു ചിറകുകളും ഒരുമയിൽ അങ്ങനെയാണ് പോകേണ്ടത്. അല്ലാതെ ഒരു ചിറകിന് ഭയങ്കരമായിട്ട് ഭാരം താങ്ങാനുള്ള ശേഷി ഒരു പക്ഷിക്കും ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്ത്രീയും പുരുഷനും. രണ്ടുപേരും ഒരേ സമമായ രീതിയിൽ പോയെങ്കിൽ മാത്രമേ ഒരു സാമൂഹ്യ ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതെ, ഇത് ഇപ്പൊ കുടുംബത്തിന്റെ കാര്യമാണ്. മറ്റുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ പ്രധാനമായിട്ട് ആലോചിക്കുന്ന മറ്റൊരു മേഖലയാണ് കലാ സാംസ്കാരിക മേഖലയിലുള്ള സ്ത്രീ പ്രാതിനിധ്യം. അപ്പൊ അതിനെക്കുറിച്ച് ഇങ്ങനെ ഈ കലയിലുള്ള എത്രത്തോളം സ്ത്രീ തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മള് കാണുമ്പോൾ ഡാൻസ് ചെയ്യുന്നത് അങ്ങനെയുള്ള കഴിവുകൾ കൂടുതൽ സ്ത്രീകളാണ് ഡാൻസ്. എന്നാൽ അവരെല്ലാം വേദികളിൽ ഇപ്പൊ സജീവമാണ്. ഇപ്പൊ ഒരു ഭാഗ്യശ്രീക്ക് അതായത് പണ്ടുകാലങ്ങളിലുള്ള സ്ത്രീകള് പണ്ട് അധികം നാടകങ്ങളായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ ഈ നാടകങ്ങളിലെല്ലാം അധികം സ്ത്രീകളുടെ സ്വാധീനം ഉണ്ടായിരുന്നില്ല. അതിന് കാരണം വെച്ചാൽ ഈ കുടുംബങ്ങളൊന്നും അത്ര അവരുടെ സപ്പോർട്ട് തന്നിട്ടുണ്ടായില്ല. അപ്പൊ രാത്രി കാലങ്ങളിൽ കൂടുതൽ നാടകങ്ങളും കൂടുതൽ രാത്രി കാലങ്ങളിൽ നടക്കുന്നതുകൊണ്ട് അവർക്ക് അതിനകത്ത് പങ്കെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടെല്ലാം. പിന്നെ ഇന്നത്തെ കാലത്തിലേക്ക് എത്തുമ്പോൾ അവര് അതുകൊണ്ടാണ് ഈ പണ്ട് കാലങ്ങളിൽ പൂരക്കളിയുടെ സ്ത്രീകളെയാണ് കളിച്ചിരുന്നത്. പക്ഷെ അത് ഇന്ന് പുരുഷനാണ് അതിനു വേണ്ടി ആധിപത്യം സ്ഥാപിച്ചിട്ട് വരുന്നത്. സ്ത്രീകൾക്ക് എന്തും
അവരെന്തൊക്കെ ആ തെയ്യം പോലുള്ള കലകളെല്ലാം അവര് കെട്ടിയാടുന്നു. സ്ത്രീകൾക്ക് അതിനുള്ള കെട്ടിയാടാനുള്ള അവസരം കൊടുക്കുന്നില്ല. പക്ഷെ ഇന്ന് കുറച്ച് സ്ത്രീകളെങ്കിലും മുന്നിൽ ഈ കലാരംഗങ്ങളിലും സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിലും മുന്നിട്ട് വന്നിട്ടുണ്ടെങ്കിലും എന്നാലും സ്ത്രീകൾ ഇന്ന് അടുക്കളയിൽ ഒതുങ്ങി കൂടുന്നവരും ഇന്ന് സമൂഹത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അവരെയും കൂടി നമ്മൾ മുഖ്യധാരയിൽ എത്തിക്കേണ്ട ആവശ്യം. ഇപ്പൊ പാചകം ചെയ്യുന്നത് സ്ത്രീകള് പാചകം ചെയ്ത് അടുക്കളയെ വരെ അടങ്ങാക്കുന്നു. പക്ഷെ അതേസമയം അടുക്കള തന്നെ ഒരു തലവറയായിട്ട് അവിടെ മാറുന്നുണ്ട്. ആ കാര്യം നമ്മുടെ ശ്രദ്ധയാണ്. പക്ഷെ അത് മാത്രമല്ല, വിവാഹത്തിന് മുമ്പ് ഒരു പെൺകുട്ടിയാണ് വിവാഹത്തിന് മുമ്പ് എന്ന് വെച്ചാൽ അപ്പൊ അവർക്ക് ഒരുപാട് കഴിവുകളുണ്ടാവും. എന്നാൽ വിവാഹത്തിന് ശേഷം പറഞ്ഞാൽ ആ കഴിവ് അവർക്ക് തെളിയിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവില്ല. അതായത് ഭർത്താവ് പറയുന്നതിനനുസരിച്ച് വിവാഹം കഴിഞ്ഞാൽ സ്ത്രീകൾ ചെയ്തൂടെ എന്നൊരു വിശ്വാസമാണ് നമ്മുടെ സമൂഹത്തിന്. ഭർത്താവ് എന്ത് പറയുമോ അതുപോലെ നമ്മൾ അനുസരിക്കണം. അപ്പൊ ഒരു കാലത്ത് ഭർത്താക്കന്മാര് ഭാര്യമാര് നമ്മളെ കാട്ടി നല്ലൊരു നിലയിൽ എത്താൻ പാടില്ല എന്നൊരു കാഴ്ചപ്പാട് പൊതുവെ ഭർത്താക്കന്മാർക്കുണ്ട്. അപ്പൊ അവരുടെ കഴിവുകളെ മുന്നോട്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ നോക്കുക. അത് അവര് ഈ സ്ത്രീകള് അടുക്കള പണി പിന്നെ കുടുംബം പരിചരിച്ചുകൊണ്ട് മാത്രം കഴിയുമ്പോൾ അവിടെ അത്രയും നാളും അവര് സ്വപ്നം അവര് വേണമെങ്കിൽ തന്റെ ഭാവിയെ കുറിച്ച് വലിയൊരു സ്വപ്നം കണ്ടിട്ടുണ്ടോ. ഉദാഹരണം ഭാവിയിൽ നല്ലൊരു ഇപ്പൊ ഡാൻസർ ആണെങ്കിൽ നല്ലൊരു ഡാൻസർ. പക്ഷെ എല്ലാം ഒരു വിവാഹത്തോടെ ആ എല്ലാ സ്വപ്നങ്ങൾക്കും ഒരു വരമ്പ് വീഴുകയാണ്. അതെ, നമ്മള് മറ്റേ മൂവി മലയാളത്തിൽ കണ്ടു. അതിലെ ഒരു കഥാപാത്രം, ഒരു അത്ലറ്റിക്. അപ്പൊ അവള് അത്രയും ചാമ്പ്യനാവാൻ കുറിച്ചിട്ട് അവളുടെ ആ മോഹമെല്ലാം കല്യാണത്തോട് കൂടി അവള് കൂടിയേക്കപ്പെടുകയാണ്. പിന്നീട് അവൾ അതിന് ശക്തമായിട്ട് അതിൽ നിന്ന് തിരിച്ചു വരവുണ്ട്. അപ്പൊ അതുകൊണ്ടുള്ള ഒരു തിരിച്ചു വരവ് നമ്മുടെ ഇന്ന് ഈ സ്ത്രീ സമൂഹത്തിന് ആവശ്യമാണ്. അപ്പൊ നമ്മളാണ് അതിനു വേണ്ടി കൂടുതൽ പ്രയത്നിക്കേണ്ടത്. പൊതുവെ മനുസ്മൃതിയിൽ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ പിതോ രക്ഷതി കൗമാരെ പുത്രോ രക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യെ ഭർത്തോ രക്ഷതി യൗവനെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ സ്ത്രീ സ്വാതന്ത്ര്യ വർദ്ധതി അങ്ങനെയാണ് മനുസ്മൃതിയിൽ പറയുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ബാക്കി ഭാഗങ്ങൾ കൂട്ടി വായിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ആരും തയ്യാറാവുന്നില്ല. എപ്പോഴും സ്ത്രീ ഒരു പുരുഷന്റെ അടിമയായി തന്നെ. അത് ചെറുപ്പത്തിലാണെങ്കിൽ പിന്നെ അച്ഛന്റെ കീഴിലും പിന്നെ കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞാൽ ഭർത്താവിന്റെ കീഴിലും പിന്നെ വാർദ്ധക്യത്തിലെത്തിയാൽ അത് പുത്രന്റെ കീഴിലും അവർക്ക് ഒരു സ്ത്രീക്ക് എപ്പോഴും തണലായിട്ട് ഒരു പുരുഷൻ വേണമെന്നുള്ള നിലയിലാണ് ഈ നിലപാടിലേക്കാണ് മനുസ്മൃതിയിലെ വാചകങ്ങൾ എത്തിക്കുന്നത്. അവർക്ക് സ്വാതന്ത്ര്യം അവിടെ ലഭിക്കുന്നില്ല. പക്ഷെ ഞാൻ ഇപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ. പുത്രനാല് വാർദ്ധക്യത്തിൽ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്, യൗവനത്തിൽ ഭർത്താവിനെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കൗമാരപ്രായത്തിൽ അച്ഛന്റെ സംരക്ഷണമുണ്ട്. അങ്ങനെ സംരക്ഷണം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യം സ്ത്രീക്ക് ഇങ്ങനെ ഈ പൊതുരംഗത്തേക്ക് ശോഭിക്കുന്നുണ്ടോ? നമുക്ക് എന്നും ഒരു തുണയുണ്ട്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും പ്രാരാബ്ദങ്ങളിലും കൂടാന്നുണ്ടെങ്കിൽ പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. നമ്മൾ ഈ സമൂഹത്തിൽ നമുക്ക് അതിന് പ്രസക്തി ഏറുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ സ്വന്തം സഹോദരനെ അല്ലെങ്കിൽ അച്ഛനെ തന്നെ വിശ്വസിക്കാൻ ഒരു മകൾക്ക് പ്രയാസമുണ്ട് ഈ സമൂഹത്തിൽ. ഇപ്പൊ നമ്മൾ അനേകം മാധ്യമ രംഗങ്ങളിൽ തന്നെ നമുക്ക് അനേകം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അച്ഛനായിട്ട് സ്വന്തം മാനം വിൽക്കപ്പെട്ട ഒരു പുത്രി. ആ പുത്രിയെ കുറിച്ച് നമ്മൾ പെൺകുട്ടികളായതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ വിഷമമൊന്നും മനസ്സിലാക്കാം. സഹോദരങ്ങളായാലും തന്നെ ഒരു സഹോദരിക്ക് നേരിടേണ്ട അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, അതുപോലെ സമൂഹത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു പെണ്ണിന് ഒറ്റയ്ക്ക് പകലായാലും രാത്രിയായാലും ഒറ്റയ്ക്ക് നടക്കാനോ അല്ലെങ്കിൽ എവിടേക്കും അടുത്ത വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വരില്ല ധൈര്യം ഏത് സ്ത്രീക്കുണ്ട്. നിങ്ങളിലായിരിക്കെങ്കിലും ഉണ്ട് അത്രയും നല്ലൊരു ധൈര്യം ഉള്ളവരായിരിക്കും ഈ കൂട്ടത്തിലുണ്ടാവും. ഇല്ലല്ലോ. ഇന്ന് അത്തരത്തിലൊരു സമൂഹത്തിലേക്ക് അത്തരം ഒരു സമൂഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ ഇന്ന് മനുസ്മൃതിയിൽ പറഞ്ഞതെന്ന് വെച്ചാല് എല്ലാ കാലഘട്ടത്തിലും സ്ത്രീക്ക് നല്ല സംരക്ഷണം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ
അവള് സ്വാതന്ത്ര്യം നന്നായി ആഗ്രഹിക്കേണ്ട കാര്യം ഉണ്ടാവില്ലായിരുന്നു. നല്ല രീതിയിലുള്ള സംരക്ഷണം അവൾക്ക് ലഭിക്കുകയും അവൾ നല്ല ഒരു സ്വാതന്ത്ര്യം കൂടുതൽ ആഗ്രഹിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ ഇന്നത്തെ പുരുഷന്മാർ അല്ലെങ്കിൽ അന്നു മുതലുള്ള പുരുഷന്മാർ ഒറ്റൊരു വരി മാത്രമാണ് അതിനകത്ത് കണക്കാക്കുന്നത്. അതായത് സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണ്ട, ആ ഒരു വരി മാത്രമാണ് പുരുഷന്മാർ കണക്കിലെടുക്കുന്നത്. അങ്ങനെയാണ് നമ്മളെ അടുക്കളയിൽ തളച്ചിടുന്നതും അവൾക്ക് എരിവും പുകയും നിന്ന് ജീവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ജീവിക്കേണ്ടി വരുന്നത്. പക്ഷെ മനുസ്മൃതി എന്നത് ശരിക്കും പറയുന്നത് നന്നായിട്ടുള്ള ഒരു സംരക്ഷണം അവർക്ക് ലഭിക്കണം എന്നതാണ് മനുസ്മൃതിയിൽ പറയുന്നത്. പക്ഷെ പുരുഷന്മാർ അതിനെ ഒരു തെറ്റായ രീതിയിലാണ് കണക്കാക്കുന്നത്. സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണ്ടാന്ന് മാത്രമുള്ള വരിയാണ് അവർ അവിടെ നിന്ന് എടുക്കുന്നത്. അത് എന്തായാലും ശരിയല്ല. സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണം. എങ്ങനെയായിരിക്കും അവള് ഒട്ടും സംരക്ഷണത്തിൽ ഇല്ലാതിരിക്കുമ്പോൾ അവൾക്ക് സ്വാതന്ത്ര്യം വേണം. പക്ഷെ എല്ലാ സംരക്ഷണവും ഉണ്ടെങ്കിലും പിന്നെ അവൾക്ക് സ്വാതന്ത്ര്യം കൂടുതൽ ആഗ്രഹിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഈ ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ അവരായിട്ട് ഇങ്ങനെ കഴിഞ്ഞു വരാൻ നമ്മുടെ സ്ത്രീ സമൂഹം. ഇപ്പൊ ഒരു പത്രം എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും മാനഭംഗത്തിന്റെ പീഡനത്തിന്റെ കേസുകളുടെ കൂമ്പാരാണ് ഓരോ പത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളെ റെസ്ക്യൂ ഹോമിൽ താമസിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഈ പീഡിപ്പിച്ച പുരുഷന്മാരെ എവിടെയാണ് ഇവർ താമസിപ്പിക്കുന്നത്? അല്ലേ, നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമല്ലേ? നമ്മൾ എല്ലാവരും പുരുഷന്റെ ദുർനടപ്പിനും അല്ലെങ്കിൽ സമൂഹത്തിന്റെ ആദ്യ ദുർനടപ്പിനും നമ്മൾ സ്ത്രീകളാണ് എല്ലാവരും കുറ്റക്കാരായി മാറുന്നത്. അപ്പൊ അതിനെതിരെ ശക്തമായ ഒരു അഭിപ്രായം നിങ്ങളുടെ ഭാഗത്ത് ഗോപിക. ഇന്ന് സമൂഹത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീക്കും പുരുഷനും ഒരേ സ്ഥാനമാണ് കൊടുക്കേണ്ടത്. പക്ഷെ എന്തുകൊണ്ടും ഇന്ന് സ്ത്രീയെ മറ്റൊരു ഇതിലാണ് ഇവർ കാണുന്നത്. രണ്ടാളെ സ്ത്രീയെ പുരുഷനെ വേർതിരിച്ചാണ് കാണുന്നത്. ഇപ്പൊ പുരുഷന്മാർക്ക് ഏത് രീതിയിലുള്ള വസ്ത്രവും ധരിക്കാം. ഇപ്പൊ നമ്മുടെ ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാതെ കൂടുതൽ ആൺകുട്ടികൾ ധരിക്കുന്ന പാന്റ് തന്നെ ആയിരിക്കാം. പക്ഷെ എന്നാലും അവര് ശരിയായ പാന്റ് ഇടേണ്ടത് അവിടെയാണ്, അവിടെ നിന്നല്ല ഇടുന്നത്. അതിൽ ചിലവരെല്ലാം പോയി കാലിന്റെ മുട്ട് താഴ്ത്തിയൊക്കെയാണ് പാന്റ് ഇടുന്നത്. അതുപോലെ ഇവരിങ്ങനെ ഇടുമ്പോ ഫാഷനിൽ ഇവര് നടക്കുമ്പോ സ്ത്രീകൾക്കും അതിന് പണ്ടത്തെ ഈ സാരി നിന്ന് അവർക്കും ചെറുതായിട്ടൊരു മോഹം ഉണ്ടാവും. ഇവരിങ്ങനെ നടക്കുന്ന അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ആയിക്കൂടാ എന്ന് നമ്മൾ ഒരു ചെറിയൊരു ആഗ്രഹം വെച്ച് ഇങ്ങനെ നിൽക്കുമ്പോ എല്ലാ നാട്ടുകാർക്ക് ഇങ്ങനെ അതുകാരിയായി പ്രഖ്യാപിക്കും അല്ലെ? അതെ, നമ്മുടെ അഥവാ ഏതെങ്കിലും ഒരു സ്ത്രീ കുറച്ച് തന്റേതായ കഴുത്തുപയോഗിച്ച് അല്ലെങ്കിൽ തന്നെ അവർക്ക് ശക്തമായി തുറന്നു പറഞ്ഞാലോ അല്ലെങ്കിൽ പ്രവർത്തിച്ചാലോ അവള് സമൂഹത്തിന് മുന്നിൽ ദുർനടപ്പുകാരിയായി മാറും. അവളെ എത്രത്തോളം തരം നൽകാൻ പറ്റുമോ അത്രത്തോളം അവർക്ക് എതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ പോകാണ് സമൂഹത്തിൽ നിന്ന്. പക്ഷേ അത് മാത്രമല്ല, ഇപ്പൊ ഒരു സ്ത്രീ പിഴച്ചു വിചാരിക്കാം. സ്ത്രീക്ക് ശ്രമിച്ച് പിഴക്കാൻ പറ്റില്ല. അതിന് പിന്നിൽ എന്തായാലും ഒരു പുരുഷനുണ്ടാവും. പക്ഷെ ഒന്നും അതിന്റെ പേരിൽ ജീവിതകാലം മൊത്തം മനസ്സിന് ഉരുകി ജീവിക്കേണ്ട ഈ സ്ത്രീയാണ്. പുരുഷനാണ് ബാധകമേ അല്ല. അങ്ങനെ അവന്റെ കുട്ടിയെ വളർത്തുന്ന ഈ സ്ത്രീയെ ഒന്ന് തന്റെ കുട്ടിയാണോ വയസ്സ് വളർന്ന അങ്ങനെയുള്ള ഒരു തിരിഞ്ഞു നോട്ടം പോലും ഒരു പുരുഷന്റെ ഭാഗത്ത് ഉണ്ടാവില്ല. അപ്പൊ അത്രയൊരു മനസാക്ഷി എന്നുള്ളൊരു സാധനം ഈ പൊതുവെ പുരുഷന്മാർക്ക് കുറവാണ്. അതെ, ഇങ്ങനെ മനസാക്ഷി ഇല്ലാത്തവർ എങ്ങനെയാണ് നമ്മൾ ഈ മനസാക്ഷി ഉള്ളവർ ചോദ്യം ചെയ്യേണ്ടത്? ഇങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് ഒരു എന്തായാലും ഒരു പ്രാധാന്യം കൊടുക്കണം, സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകണം, സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ ആയിരിക്കണം. അങ്ങനെയൊക്കെ നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഭരണാധികാരികൾ തന്നെ ഈ സ്ത്രീകളെ പിന്തുണപ്പെടുകയാണെങ്കിലോ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് ഓരോ പുരുഷ ഭരണാധികാരിയെ നോക്കിയാൽ നമുക്ക് കാണാം ദേവേന്ദ്രന്റെ സീറ്റ് പോലെയാണ്, ദേവേന്ദ്രന്റെ സിംഹാസനം പോലെയാണ് അവരുടെ സീറ്റിൽ കാക്കുന്നത്. ഏതെങ്കിലും ദേവേന്ദ്രൻ അങ്ങനെയാണല്ലോ, ഏതെങ്കിലും ഒരു ഭക്തൻ ഒരു തപസ് അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ എന്റെ സ്ഥാനം പോവോ എന്റെ സ്ഥാനം പോവോ എന്ന് പറഞ്ഞിട്ട് അതിനെന്തെങ്കിലും ഒരു കുരുക്കുണ്ടാക്കും. അതുപോലെയാണ് നമ്മുടെ ഈ പുരുഷ ഭരണാധികാരികൾ ചെയ്യുന്നത്.
കൊടുക്കുന്നത് ഏറ്റവും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കടുപ്പമുള്ള ഇത് വകുപ്പുകളൊക്കെയാണ് അവർക്ക് കൊടുക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ വിജയലക്ഷ്മി മാഡം ആകെയുള്ള ഒരു ഇന്ന് വരെ നമ്മളെ ഇതിനകത്ത് മന്ത്രിയായിട്ട് വന്ന ഇപ്പൊ നമ്മുടെ മന്ത്രിയായിട്ടുള്ള ഒരേ ഒരു സ്ത്രീയാണ് അവര്. പക്ഷെ അവർക്ക് കൊടുത്തതോ ഏറ്റവും കടുപ്പമുള്ള ഒരു വകുപ്പാണ് അവർക്ക് കൊടുത്തത്. എന്നാലും ആ വകുപ്പ് അവർ തരണം ചെയ്ത് നന്നായിട്ട് കരുത്ത് തെളിയിക്കുന്നുണ്ട്. അപ്പൊ സ്ത്രീകൾക്ക് ഒട്ടും പിന്നിലല്ല, സ്ത്രീകൾക്ക് കരുത്ത് തെളിയിക്കാൻ പറ്റുമെന്നാണ് അവിടെ തെളിയുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീകൾക്കും തങ്ങളുടെ കരുത്ത് തെളിയിക്കാൻ പറ്റുമെന്നത് ഇതിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ രാജ്യസഭയിലും ലോകസഭയിലും സ്ത്രീകൾക്ക് വേണ്ട പ്രാധാന്യം നൽകുകയും അത് 50% എങ്കിലും ആക്കുകയും വേണം അവരുടെ പ്രാതിനിധ്യം. അതെ, വെറുതെ ഇപ്പൊ ഒരുപാട് അന്നത്തെ ഒരു കാലത്തൊക്കെ മാധ്യമങ്ങൾ ഭയങ്കര ശക്തമായി പിടിച്ചു സ്ത്രീകൾക്ക് 33% സംവരണം, പിന്നീട് അത് 50% വർദ്ധിച്ചു. അപ്പൊ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു സ്ത്രീ അങ്ങനെ ഒരു സമത്വം സമൂഹത്തിലേക്ക് വരികയാണെങ്കിൽ. എന്നാൽ ഈ വെറുതെ ഇങ്ങനെയുള്ള ഈ പറയുന്നത് മാത്രമല്ലാണ്ട് ഇതുവരെ അത് പ്രാവർത്തികമായിട്ടില്ല. കൂടാതെ ഇന്ന് പുരുഷന്മാര് സ്ത്രീകളെ കല്യാണം കഴിക്കുന്നത് തന്നെ ഒരു സ്ത്രീധനത്തിന് മാത്രം തുടങ്ങിയാണ്. അത് നമ്മൾ ഇപ്പൊ സ്ത്രീകളുടെ കുറച്ച് പണം മാത്രം ആദ്യം കൊടുക്കും, അപ്പൊ അവര് തൃപ്തിപ്പെടും. പക്ഷെ അത് കഴിഞ്ഞ് ആ പണം പുരുഷന്മാരുടെ കഴിയുന്ന സമയത്ത് അഥവാ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് പണം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇവര് സ്ത്രീകളെ വേണ്ട വിധത്തിലുള്ള ചൂഷണം ചെയ്ത് കഴിഞ്ഞായിരിക്കും പിന്നെ അവര് വീട്ടിൽ കൊണ്ട് കൊടുക്കും. അപ്പൊ സ്ത്രീ പറയുന്നത് ചിലപ്പോ ആ ഒരു അത്രയും ദിവസം പുരുഷന്മാർക്ക് കഴിഞ്ഞിട്ട് പിന്നെ അവര് ഗർഭിണിയാവും. അതൊന്നും പുരുഷന്മാരെയൊന്നും ഓർക്കുന്നില്ല. അവരുടെ ആശകളൊക്കെ നിറവേറ്റി കഴിഞ്ഞ് അവര് പിന്നെ വലിച്ചെറിയാണ് ചെയ്യുന്നത്. അപ്പൊ പുരുഷന്മാർ ഓർക്കുന്നില്ല ഈ സ്ത്രീധന്യ ദാനം. അതെ, സ്ത്രീധനം ഇപ്പൊ വലിയൊരു പ്രശ്നമാണ്. അത് സ്ത്രീധനം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സ്ത്രീധനം ഒരു ധനമാണ്. പിന്നെന്തിനാണ് പിന്നെ ഈ മുസ്ലിം സമുദായത്തിൽ മറ്റും നമുക്ക് കേൾക്കാൻ പറ്റും ഇങ്ങനെ ഇത്ര മെഹറിന് പകരമായി ഞാൻ ഇന്ന ആളുടെ മകളെ സ്വീകരിച്ചിരിക്കുന്നു. മെഹറിന് പകരമാണ് സ്ത്രീയെ സ്വീകരിക്കുന്നത്. ഇങ്ങനെ മെഹർ കണ്ടിട്ടല്ല നമ്മൾ ആ സ്ത്രീയുടെ ഉള്ളിലെ സൗന്ദര്യം കണ്ടിട്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത്, അല്ലാതെ പുറത്ത് കാണുന്നതായിട്ടല്ല. ആ ഒരു മെഹർ എന്നുള്ള അത് പറയുന്നത് സ്ത്രീയെ നമ്മള് പൊന്നു കൊടുത്താണ് വാങ്ങേണ്ടത്, അല്ലാതെ പൊന്ന് തിരിച്ചു അവര് കൊടുക്കുകയല്ല വേണ്ടത്, സ്ത്രീ കൊടുക്കുകയല്ല വേണ്ടത്. സ്ത്രീ എന്ന് പറയുന്നത് ധനമാണ്. അപ്പൊ പുരുഷന്മാര് ധനം കൊടുത്താണ് സ്ത്രീയെ സ്വീകരിക്കേണ്ടത്, അവൾക്ക് ധനം കൊടുത്തിട്ടാണ് സ്വീകരിക്കേണ്ടത്. ആ ഒരു രീതിയിലാണ് മുസ്ലിം സമുദായത്തില് ഇത്ര മെഹറിന് പകരമായി ഞാൻ ഇവിടെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നത്. അവരാണ് ആ മെഹർ സ്ത്രീക്ക് കൊടുക്കുന്നത്. പക്ഷെ ആ ഒരു ഇപ്പൊ പുരുഷന്മാര് ഇത്ര മെഹർ കൊടുക്കുന്നതിനെക്കാട്ടി ഇരട്ടിയായിരിക്കും അവര് ആ സ്ത്രീയിൽ നിന്ന് വാങ്ങുന്ന സ്ത്രീധനം. അതെന്തായാലും ഒരു മതത്തില് പറഞ്ഞ നേരായ വഴിയെ അവര് ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അവര് നല്ല രീതിയിൽ സ്ത്രീയെ പോറ്റുന്നില്ല. അവർക്ക് വേണ്ട ആവശ്യം കഴിഞ്ഞാല് അവര് കൈമിച്ചേണ്ടി നമ്മൾ വലിച്ചെറിയുന്ന പോലെ അവര് അവിടെ വലിച്ചെറിഞ്ഞിട്ട് പോകും. പിന്നെ എന്തെങ്കിലും ഒരു പണത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവരടുത്ത സ്ത്രീയെ പോയിട്ട് വിവാഹം കഴിക്കും. അങ്ങനെ പണം കിട്ടാനുള്ള ഒരു ഉപാധിയായിട്ട് മാത്രമാണ് അധികം പേരും സ്ത്രീകൾ കാണുന്നത്. അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ എന്തായാലും മാറ്റേണ്ടിയിരിക്കുന്നു. പുരുഷന്റെ വിചാരം പറഞ്ഞാൽ സ്ത്രീ വെറും ഒരു കളിപ്പാവയാണ്. നമുക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ സമയത്ത് പോയിട്ട് കിട്ടുക, എന്നിട്ട് ആവശ്യമില്ലാത്ത സമയത്ത് ഓണം കൊണ്ടുപോയി അവിടെ ഒഴിവാക്കുക. അങ്ങനെയല്ല, അതുപോലെയുള്ള നമ്മുടെ തെറ്റായ മനോഭാവങ്ങൾ എന്തായാലും മാറ്റണം. സ്ത്രീക്ക് അവരുടെ കഴിവ് തെളിയിക്കാനും സ്ത്രീയെ തുല്യ പരിഗണന നൽകിക്കൊണ്ട് ജീവിപ്പിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് കൈകാര്യം ശരിയാണ്. കാരണം വിശുദ്ധ ഗ്രന്ഥങ്ങളൊന്നും തന്നെ അത് തെറ്റായ രീതിയിൽ സ്ത്രീയെ വിമർശിക്കുന്ന തരത്തിലുള്ള നിയമങ്ങളല്ല ഉണ്ടാക്കിയത്. സ്ത്രീയെ നല്ല രീതിയിൽ അവർക്ക് വളരാൻ വേണ്ടി സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടിയുള്ള തരത്തിലുള്ള നിയമങ്ങളാണ് ഉണ്ടാക്കിയത്. പക്ഷെ ഇന്നത്തെ സമൂഹത്തില് ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നത് സ്ത്രീക്കെതിരായ ഇതാണ്. അതായത് ഇത്തരം കാര്യങ്ങൾ നമ്മളെ ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചത്. പിന്നെ രജിസ്റ്ററിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ അവരുടെ വിവാഹം കഴിഞ്ഞായി എല്ലാവരുടെ മുമ്പിൽ നിന്നും അവരുടെ വിവാഹം കഴിഞ്ഞു. എന്നാൽ അതേ തന്നെ അവര് ഡൈവേഴ്സ് നോട്ടീസ് ഇട്ടാൽ അവിടെ അവരുടെ
സ്ത്രീയും കുഞ്ഞും ചെന്നാലും പറയുന്നത് എന്താണെന്ന് വെച്ചാല് നീ പറഞ്ഞിട്ടുണ്ടാവും അവ വീട്ടിൽ വരുമ്പോ ഇന്ന് കുളിച്ചിട്ട് വന്നു അങ്ങനെ നമ്മൾ ഈ സ്ത്രീ പുരുഷനെ പറഞ്ഞു പറഞ്ഞ് അവന് ദേഷ്യപ്പെടാൻ ആർക്കാണെന്നാണ് പറയുന്നത്. ശരിക്കും അവനും ഈ ക്രമസമാധാനം പാലിക്കുന്നുണ്ട് എന്ന് പ്രതിജ്ഞയെടുത്ത് അവര് വരെ ഇന്ന് സ്ത്രീക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ല. ഇന്ന് പിന്നെ അതിനുള്ള ഏറ്റവും വലിയ തെളിവുകൾ നമുക്ക് മുസ്ലിം സമുദായം എടുക്കാം. അവരിൽ തന്നെ മുസ്ലിം സമുദായത്തിൽ തന്നെ ഇപ്പൊ ഭർത്താവിന് പറഞ്ഞാൽ എത്ര ഭാര്യമാരോ എന്തുകൊണ്ട് കാര്യത്തിൽ കുറെ ഭർത്താക്കന്മാരെ കൂടാ ഇപ്പൊ അങ്ങനെ പറയുന്നത് തന്നെ നമ്മുടെ പിന്നെ സമൂഹത്തില് ഇപ്പം ഒരു മൊഴി ചൊല്ലൽ എന്ന് പറഞ്ഞാൽ ആ ഒരു 2 അക്ഷരത്തിലൂടെ കഴിഞ്ഞ ഒരു ബന്ധം എന്തുകൊണ്ട് പിന്നെ ഭർത്താവിന്റെ ഭാഗത്ത് തെറ്റ് കാണുന്നില്ല. സ്ത്രീനെ വെറും ഒരു അടുക്കളയിൽ തളച്ചിടുന്ന ഒരു പ്രവണതയാണ് ഇന്ന് നമ്മുടെ മുസ്ലിം സമുദായത്തിൽ. ഇപ്പൊ വന്നത് തന്നെ മുസ്ലിം സമുദായത്തിന്റെ കുറച്ച് സ്ത്രീകൾ വന്നിരിക്കും. വന്നത് തന്നെ ശരിയായ ഒരു നേരായ ഒരു കണ്ണിലെ കൂടി നമ്മൾ കാണുന്നുണ്ടാ ഇല്ലല്ലോ. മോശമായ രീതിയിലാണ് അവരെ കാണുന്നത്. അതെ, നമ്മള് എത്ര പേര് മുന്നോട്ട് വരുന്നുണ്ടോ അല്ലെങ്കിൽ തന്റെ പ്രശ്നങ്ങൾ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച് അതിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുവോ, പക്ഷെ സമൂഹത്തിൽ അതിന് പറയുമ്പോൾ വെച്ചാൽ സമൂഹം അതെല്ലാം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സ്ത്രീയുടെ മേലെ തന്നെ ആ കുറ്റം ആരോപിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് നോക്കിയാൽ കാണാം സ്ത്രീകള് എത്ര തരത്തിലുള്ള മേഖലകളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യമുണ്ട്. എല്ലാ തരത്തിലും പത്രപ്രവർത്തനത്തിലായാലും എല്ലാ തരത്തിലും പാർട്ടി പ്രവർത്തനത്തിലായാലും എല്ലാ തരത്തിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഒരു പാർട്ടി എടുത്ത് നോക്കിയാൽ എത്ര പാർട്ടി സ്ത്രീകൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കുന്ന പാർട്ടിയുണ്ട്. ഒരു സ്ത്രീ നന്നായിട്ട് പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു വെച്ചോ, നല്ല ആളുകളെല്ലാം നല്ല കേന്ദ്രീകരിക്കുകയും അവരോട് നല്ല പെരുമാറ്റം എല്ലാം അവർക്കെല്ലാം പാസ്സാക്കി കൊടുക്കുകയൊക്കെ ചെയ്തെങ്കിൽ പാർട്ടി പറയും ഇനി നിന്റെ ആവശ്യമില്ല, പോയിക്കോന്ന് പറയും. കാരണം എന്തുകൊണ്ട്? കാരണം അവര് നന്നായിട്ട് ഇത് ചെയ്യുമ്പോ അവര് ഉയർന്ന നിലയിൽ എത്തൂലേ, നല്ല വോട്ടൊക്കെ കിട്ടൂലേ. അപ്പൊ എന്താവും? അവരെ ഒഴിവാക്കിയിട്ട് പാർട്ടി അവർ താഴെ. അതുപോലെ തന്നെയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ. ഒരു സ്ത്രീ മത്സരിക്കാൻ നിന്നെന്ന് വെച്ചാല് ആരും അവർക്ക് വോട്ട് കൊടുക്കില്ല. പ്രധാന പ്രശ്നം നമുക്കിന്ന് കാണാൻ സാധിക്കും, തിരഞ്ഞെടുപ്പിലെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. നല്ല പ്രവർത്തനമുള്ള സ്ത്രീക്ക് വോട്ട് കൊടുത്തേക്കാം, പക്ഷെ പൊതുവായിട്ട് ഒരു സ്ത്രീ വോട്ടിന് നിന്നെങ്കിൽ അവർക്ക് വോട്ട് കിട്ടൂല, അവരെ ഒഴിവാകും. പ്രധാന കാരണം എന്ന് പറഞ്ഞാല് പുരുഷന്മാരെല്ലാം വോട്ട് കള്ളത്തട്ടിപ്പിലൂടെ പിടിച്ചെടുക്കും. അല്ലാതെ തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് നോക്കിയാല് സ്ത്രീ ഭരിച്ചാൽ നമുക്കൊന്നും ആവൂല, സ്ത്രീ ഒരു അബലയാണ്, ചബലയാണ്, ഓൾ ഭരിച്ചാല് നമുക്ക് ഒരു ആനുകൂല്യങ്ങളോ നമുക്ക് കിട്ടേണ്ട ഒന്നും കിട്ടൂല, വെറും ഒരു രീതിയിലല്ലാത്ത ഒരു ഭരണമായിരിക്കും. അങ്ങനെയല്ലാതെ ഇന്ന് സമൂഹത്തിന്റെ പൊതുവായ ഒരു ധാരണ. അത്തരം ധാരണ തെറ്റാണ്. സ്ത്രീ ഭരിച്ചാലും നല്ല നിലയിൽ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തെളിയിച്ച ഒരു ധീര വനിതയാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി എത്രയോ വർഷം നമ്മുടെ ഇന്ത്യയെ ഭരിച്ചിട്ടുണ്ട്. അവരുടെ ആ ഭരണ രീതിയിൽ നമ്മൾ എത്രമാത്രം സന്തുഷ്ടരായിരുന്നു, എത്ര നല്ല ഭരണമാണ് അവർ കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ സ്ത്രീ ഭരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ രാജ്യത്തിനൊരു നല്ല നില കൈവരിക്കാൻ പറ്റുന്നുള്ള തെളിവാണ് അവര്. അപ്പൊ എന്തായാലും സ്ത്രീയെ നമ്മൾ ഭരണ മേഖലകളിലേക്കും കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാല് ഇപ്പൊ സ്ത്രീയെ സംരക്ഷിക്കാൻ ഒരുപാട് സ്ഥാപനങ്ങള്, കമ്മീഷൻസ്, അങ്ങനെ ഉള്ള ഒരുപാട് പ്രൊജക്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ വനിതകൾക്ക് മാത്രമായി വനിതാ കമ്മീഷൻ മറ്റും വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ പ്രവർത്തനം സ്ത്രീകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നുണ്ടോ? അതിനെക്കുറിച്ച് നമ്മുടെ പൊതുരംഗത്തിന് വരുന്ന വിഷയമായതുകൊണ്ട് അത് രഹന പറയുന്നത്. ഇന്ന് ഇത്തരം വനിതാ കമ്മീഷനുണ്ട്. പക്ഷെ ഈ സമൂഹത്തിൽ നിന്ന് എത്ര സ്ത്രീകള് ഇത്തരം ഈ പീഡനങ്ങൾക്ക് ഇരയാകുന്നുണ്ട്. പക്ഷെ ഈ പുരുഷന്മാരിപ്പോ ഈ സ്ത്രീകളെ അവർക്ക് ഏത് വിധേനയാണ് ഈ സ്ത്രീകളെ ചൂഷണം ചെയ്യാം.
പുരുഷന്മാര് പറയും അവള് പേടിച്ചവള്, ഇത്തരത്തിലുള്ള ഓരോ പുരുഷന്മാരെ ഓരോ സമീപനങ്ങൾ സ്ത്രീകളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇത്തരം അവസ്ഥകൾ പുരുഷന്മാർ ആലോചിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ അനേകം സംഘടനകൾ മറ്റ് സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് തുടക്കം കുറിച്ചിട്ടുണ്ട്. പക്ഷെ അത് അവിടുത്തെ തുടക്കത്തോടെ അവിടെ അവസാനിച്ചു. അതിന്റെ ഒരു മുന്നോട്ടുള്ള ഒരു നീക്കം ഇതുവരെ ഈ ഇത്തരം സംഘടനകളിൽ നിന്നും നമ്മുടെ സമൂഹത്തിന് ലഭിച്ചിട്ടില്ല. പലപ്പോഴും ഞാൻ നമ്മൾ ഈ സംഭവം കേൾക്കൊണ്ടിരിക്കുന്ന വെച്ചാല് ഇപ്പൊ ഹെൽപ്ലൈനിൽ മാറ്റി പിടിച്ചാൽ അവർ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോൾ കാര്യം കഴിഞ്ഞിട്ടുണ്ടോ, പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ സംഘടനകളെല്ലാം? ഒരു സംഘടന രൂപീകരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായ പ്രവർത്തനം ലക്ഷ്യം വെച്ച് അതിന് ശക്തമായ അധികാരികൾ വേണം. അപ്പൊ ആ സംഘടനകൾ ശക്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ കേട്ടതിൻ്റെ ഒരു വാക്യാണ്, ഒരു കുട്ടിക്ക് സ്വന്തം അച്ഛനാണ് വളരെയേറെ മർദ്ദനം ഏൽക്കേണ്ടി വന്നു. എന്നിട്ട് അവരത് വനിതാ കമ്മീഷനിൽ പോയി പരാതി പറഞ്ഞു. പക്ഷേ അവർ പറയുന്നത് എന്താണ്, നിങ്ങൾ കേസ് കൊടുത്തിട്ട് എത്രത്തോളം ഒരു കേസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകെ പറയുമ്പോഴത്തിന് കാര്യം കഴിഞ്ഞു പോയില്ലേ. അത്രക്കേ ഉള്ളൂ. ആ വനിതാ കമ്മീഷനോട് അത്രക്കൊരു മനോഭാവമേ ഉള്ളൂ. അവരും അതത്ര വലിയ കാര്യങ്ങളൊക്കെ എടുക്കുന്നില്ല. അത്ര ഒരു ലജ്ജാവഹമായ ഒരു സംഭവമാണ് അത്. നമ്മളിപ്പോ വനിതാ കമ്മീഷനോട് പോയി പറഞ്ഞാൽ പറയും, കേസ് കൊടുത്തു കഴിഞ്ഞു പിന്നെ ആരെങ്കിലും അവളെ തിരിഞ്ഞു നോക്കോ? അത് കേസ് കൊടുത്ത ആ കേസ് ഡിവോഴ്സ് ആയി. പക്ഷെ പിന്നെ അവളുടെ കുഞ്ഞു മക്കൾ എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടുന്നത്? അവള് പിന്നെ ആ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് എല്ലാ ഭാര്യ എന്നാൽ ഭാരം ചുമക്കേണ്ടവൾ എന്നൊരു പ്രതിനിധിയായിട്ടാണ് പിന്നെ അവിടെ എത്തുന്നത്. ഈ കുട്ടികളുടെ പഠിപ്പ്, അവരുടെ ഭാവിയിലേക്കുള്ള കഴുതിവയ്പ്, അങ്ങനെ എല്ലാം ഒരു സ്ത്രീയുടെ തലയിൽ വന്നിട്ടുണ്ട്. അവളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. ഈ ഡിവോഴ്സ് ചെയ്യാൻ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഡിവോഴ്സ് ചെയ്യാൻ പറഞ്ഞത് വരെ അവര് വരെ പിന്നീട് ഭർത്താവ് പോയി കഴിഞ്ഞാൽ ആ സ്ത്രീയെ തുറക്കാരെ പ്രഖ്യാപിക്കാൻ അങ്ങനെയാക്കി മാറ്റുകയും ചെയ്യും. ഈ മാധ്യമങ്ങളാണ് ഈ സ്ത്രീകൾക്ക് എന്ത് സംഭവിച്ചാലും അതിന് വലിയൊരു കാര്യമായിട്ട് പ്രചരിപ്പിക്കുന്നത്. എന്ത് സ്ത്രീകൾക്ക് എന്ത് സംഭവിച്ചാലും അതിന് വേറൊരു തരത്തിലായിരിക്കും അവർ ചിന്തിക്കുന്നത്. അന്നേരം പത്രത്തിൽ കണ്ട് ഒരു ബോംബ് അങ്ങനെ പൊട്ടിച്ചപ്പോഴത്തേക്കും കലാപുണ്ടായപ്പോ അവിടെ ഒരു സ്ത്രീയും പുരുഷനും അവരങ്ങനെ ചിലപ്പോൾ അവരെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചത്. അത് പിന്നെ മാധ്യമം തന്നെ മാറ്റി മറിച്ചിട്ടാണ് പിന്നെ എടുത്തിട്ടുള്ളത്. അതെ, അന്ന് നമ്മള് പത്രത്തിൽ കണ്ടതായിരുന്നു. ഈ കലാപത്തിന്റെ അടുത്ത് ഒരു ചുംബനരംഗം എന്നുള്ള ഒരു ഹെഡിങ്ങോടെ ഇന്നത്തെ വാർത്ത. പക്ഷെ വീണ്ടും മാധ്യമം തന്നെ തിരുത്തി എഴുതിയിരുന്നു. അതെ, ആ സ്ത്രീയെ രക്ഷിക്കാനുള്ള ബന്ധപ്പാടിന്റെ ഇടയിൽ സംഭവിച്ചു. അങ്ങനെ ഒരു ദൃശ്യം കണ്ടതാണ്. അതായത് ശരിക്കും അവിടെ മാധ്യമങ്ങളിൽ തെറ്റിദ്ധരിച്ച് പ്രചരിപ്പിക്കാൻ ചെയ്തത്. കൂടാതെ മാധ്യമ രംഗങ്ങളിൽ ഇതിന്റെ ഇടയ്ക്ക് ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ്, ഒരു പെണ്ണും ആണും തമ്മിലുള്ള ഒരു നല്ല ഫ്രണ്ട്ഷിപ്പിനെ പോലും അതൊരു മറ്റൊരു തരത്തിലേക്കുള്ള രീതിയിലേക്ക് മാറ്റിമറിക്കുന്നുണ്ട്. ഒരു പുരുഷന്റെ പുറകിൽ ബൈക്കിൽ കയറിയിട്ട് പോയ ഒരു സംഭവം നമ്മൾ ഇതിന്റെ മാധ്യമങ്ങളിലെല്ലാം അനേകം കണ്ടതാണ്. ആ സ്ത്രീയെ ഒരു അസമയത്ത്, ഒരു പത്രപ്രവർത്തകയായ ഒരു സ്ത്രീ അസമയത്ത് ഒരു പുരുഷന്റെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ നാട്ടുനടപ്പനുസരിച്ച് ആ പെണ്ണ് മലക്കേറി പെണ്ണ് അല്ലെങ്കിൽ തന്റേടിയാണ്, അഹങ്കാരിയാണ്, അങ്ങനെ ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് സമൂഹം എത്തിക്കുന്നുണ്ട്. പക്ഷെ നല്ലൊരു ഫ്രണ്ട് അവരെ ഒറ്റയ്ക്ക് നേരം ഒരു പെണ്ണ് എന്തായാലും വൈകി എത്തുന്ന വേളയിൽ ഒറ്റയ്ക്ക് ഒരു പെണ്ണ് എന്തായാലും ഈ നമ്മുടെ വഴിയിലേക്ക് ഇറങ്ങാൻ പേടിക്കുന്ന കാലാതുണ്ട്. അപ്പൊ ഒരു ഫ്രണ്ട് നമ്മളെ അങ്ങ് വിട്ടു എന്ന് പറയുന്നത് അവരുടെ സുരക്ഷ അതിലൂടെ ഉറപ്പായത് കൊണ്ടായിരിക്കില്ല. ആ ഒരു ഫ്രണ്ടിനെ അത്രയും വിശ്വാസമായതുകൊണ്ട് അവര് വീട്ടിൽ കൊണ്ടുവിട്ടു. പക്ഷെ അത് വീട്ടിലും നാട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മറ്റ് വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പൊ അത് മാധ്യമങ്ങൾ പോലും അതിന്റെ ഇടയിൽപ്പെട്ട് അതിന്റെ ഇടയിൽ ഇടപെട്ടിട്ട് അത് വേറൊരു തരത്തിലേക്ക് പെണ്ണും ആണും തമ്മിലൊരു മോശമായ രീതിയിലേക്കുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് വഴിവെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സ്ത്രീ ഇപ്പൊ ഏതെങ്കിലും രംഗങ്ങളിൽ മുന്നോട്ട് വരുന്നു എന്ന് കണ്ടാൽ ആ സ്ത്രീയെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിലായാലും നമ്മള് അതുപോലെ തന്നെ വേറൊരു വാക്കുണ്ടായിരുന്നു. ഒരു കുഞ്ഞ് ഉറങ്ങിക്കിടന്ന സമയത്ത് അമ്മ പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ അതൊരു ടെന്റിനുള്ളിലായിരുന്നു സംഭവം. അപ്പൊ ആ കുഞ്ഞിനെ ചെന്നായ കടിച്ചു കൊന്നു. പക്ഷെ മറ്റുള്ളവരത് പറഞ്ഞു വരുത്തി അമ്മ സ്വന്തം കുഞ്ഞിനെ പിഴച്ചു പറ്റു കൊന്നു. പക്ഷെ ആ കുട്ടീനെ അച്ഛൻ മരിച്ചു പോയതായിരുന്നു. അങ്ങനെ ഒരു സംഭവം നമ്മൾ വാർത്തയിൽ വായിക്കുകയുണ്ടായി. അപ്പൊ ആ അമ്മയുടെ സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെടുന്ന ഒരു അമ്മയുടെ വേദന എന്തായിരുന്നു? അത് സ്വന്തം കുഞ്ഞിനെ താൻ തന്നെയാണ് കൊന്നത് എന്ന് പറയുമ്പോൾ
മാധ്യമങ്ങളിലും കാണും. കിട്ടിക്കെന്തോ പറയാനുണ്ട്? ജാസ്മിൻ പറഞ്ഞ പോലെ തന്നെ ആൺകുട്ടികൾക്ക് എത്ര നേരം വേണമെങ്കിൽ ഫോണിൽ സംസാരിക്കാം, ആ മൊബൈൽ ഫോണിൽ. പക്ഷെ പെൺകുട്ടികൾ സംസാരിച്ചാൽ അത് കുടുംബവും മറ്റും ആദ്യം സംശയമായിട്ട് കാണുന്നു. അതേപോലെ തന്നെ പെൺകുട്ടികൾ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. ആൺകുട്ടികൾക്ക് ടൗണിലൂടെ മറ്റും മൊബൈലിലൂടെ സംസാരിച്ചുകൊണ്ട് നടക്കാം. പെൺകുട്ടികൾ സംസാരിച്ചാൽ അത് എല്ലാവരും സംശയത്തോടെ മാത്രമേ നോക്കി കാണുന്നു. അതെ, അപ്പൊ അതിനെക്കുറിച്ച് ഭാഗ്യശ്രീക്ക് പറയുന്ന ഒരു അതായത് ഇപ്പൊ നമ്മുടെ വീട്ടിലെ അധികം കാണുന്നത് ഇപ്പം പെൺകുട്ടികൾ ഒരു 10 മിനിറ്റ് ഒരു ഫോണിൽ നിന്ന് സംസാരിക്കുന്നത് അവര് പറയും അവര് ഇങ്ങനെ മറ്റുകാരായിട്ട് ഇതാണ് മറ്റുകാർ അവര് സ്വഭാവം ശരിയില്ല അങ്ങനെ എന്തെല്ലാം പറഞ്ഞ് നാട്ടുകാർക്ക് അങ്ങനെ ഉണ്ടാക്കി പറയല്. പിന്നെ ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ എന്ന് വെച്ചാല് നമ്മുടെ സ്ത്രീക്കും അവരെല്ലാം ഇണകളായിട്ട് കഴിയുന്നത്. പക്ഷെ അധികം കാണപ്പെടുന്നത് ഇപ്പം വലിയ പുരുഷന്മാർക്ക് അധികമായിട്ട് സ്ത്രീ തുണയായിട്ട് നിൽക്കും. പക്ഷെ സ്ത്രീ ആ വയസ്സായി അവൾ സുഖമില്ലാണ്ടാകുമ്പോൾ അവൾക്കാണെങ്കിൽ ആരും തന്നെ തുണിയില്ലാണ്ട് അവൾ സ്വന്തം വേദന അവൾ തന്നെ സ്വന്തം അനുഭവിക്കുകയും ചെയ്യുന്നത്. പക്ഷെ ഇപ്പം ഒരു പുരുഷന് ഭർത്താവിന്റെ ഭാര്യ മരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവൻ വേറെ പോയി കല്യാണം കഴിക്കും. പക്ഷെ ഭാര്യ നേരെ മറിച്ച് വേറെ അവന് ഒരു വിധവയായിട്ട് തന്നെ കഴിയും. ഭർത്താവിന് അങ്ങനെ കഴിയാൻ കഴിയും. ഈ സ്ത്രീ ഉണ്ടെങ്കിൽ മാത്രമേ പുരുഷനൊരു കരുത്തുണ്ടാവുള്ളൂ. അപ്പൊ ഏതൊരു ഇപ്പം പുരുഷന്മാരിപ്പോ സ്ത്രീകളിപ്പോ ശോഭിക്കുന്നുണ്ട്. പക്ഷെ പുരുഷന്മാരുടെ അടുത്ത് എത്താനായെങ്കിലും എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുരുഷന് നല്ല കരുത്താണെങ്കിലും ആ കരുത്തിന് പിന്നിൽ സ്ത്രീയുടെ ശക്തിയും കൂടി ഉണ്ട്. അത് നമ്മൾ സമൂഹം അത് മനസ്സിലാക്കാണ്ട് സ്ത്രീയെ പിന്തുണക്കൊണ്ടിരിക്കും. അതെ, ഒരു കൃഷ്ണഗാഥ രചിക്കാൻ അതിന്റെ പിറകിലൊരു സ്ത്രീ ഉണ്ട്. ആ രാജാവിനെ ഇങ്ങനെ ചതുരൊക്കെ തകുമ്പോ എന്ന് പാടിയിട്ട് ആ ഇതാക്കിയതോ അങ്ങനെ ചെറുശ്ശേരിയോട് കൃഷ്ണഗാഥ എഴുതാൻ പറഞ്ഞത്. അപ്പൊ ആ വലിയൊരു കൃതി എത്രയും പ്രചാരം വെച്ച ആ കൃതിക്ക് പിന്നിൽ വരെ ഒരു സ്ത്രീ ഉണ്ട്. അപ്പൊ അഞ്ചു ഞാൻ ചോദിക്കരുത്, ഈ നമ്മുടെ ഈ സ്ത്രീ ഓരോ രംഗത്തെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മുടെ ഭാഷയിലും സ്ത്രീക്ക് എതിരുള്ള കുറെ വാക്കുകളുണ്ട്. സ്ത്രീക്ക് മാത്രമായിട്ട് സമൂഹം കരുതി വെച്ച. അപ്പൊ അതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല, പുരുഷനും അത് ഉപയോഗിക്കുക. സ്ത്രീകൾ ഉപയോഗിക്കുകയാണ് കൂടുതലായിട്ടും. അപ്പൊ ഒരു കല്യാണം നിശ്ചയത്തിന് കല്യാണ സമയത്ത് പോയാൽ ഈ മുതിർന്ന ആളുകൾ പെണ്ണിന് കുറച്ച് സംസ്കാരം വേണം. അപ്പൊ ഈ ആണുങ്ങളുടെ സംസ്കാരം ഇല്ലേ? നമ്മുടെ സമൂഹം മനസ്സിലാക്കിക്കാനുള്ള ചോദ്യമാണ്. ഇങ്ങനെ പോയാ നമ്മുടെ പെണ്ണിനെ കുറിച്ച് ആണിനെ കുറിച്ച് പെണ്ണിന് ഒരു അഭിപ്രായമൊന്നും ഇല്ല. പക്ഷെ അങ്ങനെ കല്യാണത്തിൽ പറയാം പെണ്ണിന് കുറച്ച് സംസ്കാരം വേണം, പഠിപ്പ് വേണം. അങ്ങനെ നമ്മളെ കുറിച്ച് മറ്റുള്ളവർക്ക് ഒരുപാട് ധാരണകൾ വേണം. നമ്മൾ വലുതായിരിക്കണം. പക്ഷെ അവരെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. സ്ത്രീകളെ സംരക്ഷിക്കണം, സ്ത്രീകളെ സ്വന്തം സഹോദരിമാരായിട്ട് കാണണം എന്നൊക്കെ നമുക്ക് വെളിച്ചം വീശി തരേണ്ടതാണ് നമ്മുടെ ഭരണാധികാരികള്. നമ്മുടെ മുതിർന്ന ആൾക്കാർ ഭരണത്തിൽപ്പെട്ടവർ തന്നെയാണ്. അവരിൽ നമുക്ക് ആ ഒരു നിയമം പാസ്സാക്കുന്നവരല്ലേ, ആ നിയമം അനുസരിക്കേണ്ടവരും. പക്ഷെ ഇന്ന് നമ്മുടെ പാർട്ടിയിലൊക്കെ കാണുകയാണെങ്കിൽ ഒരു പാർട്ടി പ്രവർത്തകർ സ്വന്തം പാർട്ടിയിലെ സഹപ്രവർത്തകന്മാർ തന്നെ അപമാനിക്കപ്പെടേണ്ടി വരുന്നത് ദുസ്സഹമായ ഒരവസ്ഥയാണ്. അത്തരത്തിലുള്ള പല ഇതും നമ്മുടെ കേരളം ഇന്ന് കാണുന്നുണ്ട്. അതായത് വലിയ പാർട്ടി പ്രവർത്തകരായിരിക്കും, പക്ഷെ സ്വന്തം സഹപ്രവർത്തകരെ തന്നെ വിവിധ തരത്തിൽ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല പാർട്ടി പ്രവർത്തനത്തിൽ നല്ല മുന്നോട്ടുള്ള ഒരു സ്ത്രീയാണെന്ന് വിചാരിക്കും. ഒരു സ്ത്രീ വേറൊരു പാർട്ടി, അവളുടെ ഭർത്താവ് വേറൊരു പാർട്ടിയാണെന്ന് വിചാരിക്കും. ഈ സ്ത്രീയുടെ കൂടെയാണ് എല്ലാ ജനങ്ങളും എങ്കിലും ഭർത്താവ് പറയും, നീ ജോലി രാജിവെച്ചിട്ട് വരാം, നീ ഇനി അവിടെ പണിയെടുക്കണ്ട, നീ ആ പ്രവർത്തനം എടുത്തിട്ട് വീട്ടിൽ വന്ന് ഇരുന്നാൽ മതി, നീ ഇനി അത് ചെയ്യണ്ട, എന്റെ പാർട്ടി മുന്നോട്ട് പോകണം, ഇറക്ക് അത് വേണമെന്ന് പറഞ്ഞിട്ട് സ്ത്രീയെ ആ ഒരു മേഖലയിൽ നിന്ന് പിന്തള്ളും. എന്റെ ക്ലാസ്സിലെ ഒരു കുട്ടി എന്നോട് പറഞ്ഞൊരു അനുഭവം ഉണ്ട്. അത്തരത്തിൽ നമ്മുടെ സമൂഹം മാറിയിരിക്കുന്നു. സ്ത്രീക്ക് ഒരിക്കലും ഒരു മുന്നോട്ട് കുതിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഭർത്താവിന്റെ ചൊൽപ്പണിയിൽ അവൾ നിന്നോളാം, എപ്പോ നോക്കിയാലും ഭർത്താവ് പറയുന്ന അനുസരിച്ചോളാം. എത്രയായാലും അവർക്ക് ജനങ്ങളെ സേവിക്കാനോ അവൾക്ക്
പുതിയൊരു തലമുറയെ വളർത്തിയെടുക്കാനോ അവൾക്ക് പറ്റുന്നില്ല. അവളൊരു നല്ലൊരു പാർട്ടി പ്രവർത്തകയാകാൻ ഒരിക്കലും അവളുടെ ഭർത്താവ് സമ്മതിക്കൂല. അവരുടെ പാർട്ടിയിലേക്ക് അവൾ വോട്ട് ചെയ്തോളാം. അവളുടെ ഒരു വ്യക്തിത്വം തന്നെ അവൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സ്ത്രീകൾക്ക് അവരുടേതായ സ്വതന്ത്രമായ ചിന്തകളില്ല. പക്ഷെ എന്തുകൊണ്ട് അവരെ ഇത്തരത്തിലുള്ള ഒരു ചൂഷണത്തിന് വിധേയമാക്കുന്നു അവരുടെ സ്വന്തം ഭർത്താവിന്? അതെ, ഇപ്പൊ നമ്മുടെ സ്ത്രീകളെ കുറിച്ച് പൊതുവെ പറഞ്ഞാൽ ഈ സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു കഴിവാണ് ഭൂമിയോട് ക്ഷമിക്കാനുള്ള ഒരു കഴിവ്. അപ്പൊ അവരുടെ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തന്റെ മക്കള്, ഭർത്താവ് ഇവരെല്ലാം സ്നേഹത്തോടെ ഇരിക്കണം, അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ നമ്മളുടെ ഒരു സമൂഹത്തിലുള്ള ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവ നമ്മളിങ്ങനെ മുകളിലേക്ക് ഉയരാതെ അടുക്കളയിൽ തന്നെ നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. ഭർത്താവ് എന്ത് പറഞ്ഞോ അതിനപ്പുറം സ്ത്രീ പോകില്ല. അഥവാ കുറച്ചുപേര് പോയാൽ അത് മറ്റൊരു രീതിയിലാണ്. വീടുകളിൽ തന്നെ സ്വന്തം രക്ഷിതാക്കളെ ഈ പെൺകുട്ടികളെ അടുക്കള പണിക്കായിട്ട് നിർത്തുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം രക്ഷിതാക്കൾ എപ്പോഴും ചിന്തിക്കുന്നത് പെൺകുട്ടികൾ വീട്ടുപണി എടുക്കാനാണ് പഠിക്കേണ്ടത്, വിദ്യാഭ്യാസം നേടേണ്ടത്. അപ്പൊ ഇവര് ആൺകുട്ടികളെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് നല്ല വലിയൊരു നിലയിലെത്തിക്കും. എന്നാൽ പെൺകുട്ടികളോ അവര് ജീവിതകാലം മൊത്തം അവര് ഏറിപ്പോയ SSLC+2 ഇത്ര അവർക്ക് വിദ്യാഭ്യാസം നേടാൻ വേണ്ടി കഴിയും. പിന്നെ അവര് വീട്ടുപണിയെടുത്ത് രക്ഷാക്കൾ പറയുന്ന പോലെ അവർക്ക് ജീവിക്കേണ്ടി വരിക. അപ്പൊ ആൺകുട്ടികളാണെങ്കിൽ പഠിച്ച് വലിയ നിലയിലെത്തും. സ്വന്തം രക്ഷിതാക്കൾ തന്നെ ഈ പെൺകുട്ടികൾ ജനിക്കുന്നതിന്റെ ഒരു ശാപമാണ് അവരൊരു കാഴ്ചപ്പാട് തന്നെ പറയുന്നത്. അതെ, അപ്പൊ ഈ ആൺകുട്ടികളെയും അങ്ങനെ ഇതൊക്കെ തന്നെ ആ രണ്ട് കുട്ടികളെയും ഒരേ ലെവലിൽ പഠിപ്പിക്കാനുള്ള സമ്പാദ്യം ഇല്ലാത്ത ഏതൊരു വീടും ഉണ്ടാവില്ല. കാരണം ഇന്ന് സർക്കാരിന്റെ വകയിലെല്ലാം ഇങ്ങനെ ഒരുപാട് സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം അവര് തന്നെ ഈ കുട്ടികളുടെ മനസ്സിൽ കണ്ടുകൊണ്ട് രക്ഷിതാക്കളാണ് കുട്ടികളെ നല്ല കരുത്ത് നയിക്കേണ്ടത്. അപ്പൊ അവര് ഈ ആൺകുട്ടി പെൺകുട്ടി എന്നൊരു പക്ഷഭേദമില്ലാതെ രണ്ട് പേരെയും ഉന്നത വിദ്യാഭ്യാസം നേടാൻ വേണ്ടി നേടിക്കൊടുക്കേണ്ടത് ഈ രക്ഷിതാക്കളുടെ ഒരു കടമയാണ്. അപ്പൊ ഇനി എഴുത്തുകാര് ഇപ്പൊ ഈയിടെ ആയിട്ട് സന്തോഷമാണ്. നമ്മുടെ ഈ സ്ത്രീ സമൂഹത്തിന് അഭിമാനിക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ വരുന്ന ഈ പുതിയ എഴുത്തുകാരിൽ കൂടുതൽ പേര് സ്ത്രീകളാണ്. ഇപ്പൊ മൈന മൈവാൻ അവർക്കുള്ള ഒരുപാട് സ്ത്രീകൾ ഇപ്പൊ വരുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് നമ്മുടെ കലാ സാംസ്കാരിക രംഗത്തെ കുറിച്ച് പഠിച്ച ഭാഗ്യശ്രീ. അതായത് ഇപ്പൊ ഈ സുഗതകുമാരിയെ പോലുള്ള കുറെ എഴുത്തുകാരെ സ്ത്രീപക്ഷമായിട്ട് കുറെ വാദിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും അവരെ കുറിച്ച് എത്ര അവർ കുറെ കവിതകൾ എഴുതിയും കുറെ സ്ത്രീപക്ഷത്തിൽ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. എന്നാലും അതിനുവേണ്ടി ശക്തരായി കുറെ നാളെ അവർ അങ്ങനെ സ്ത്രീപക്ഷത്തിൽ നിന്ന് സംസാരിക്കുന്നു. പക്ഷെ അതിനായിട്ട് ഇതൊരു ശരിയായ ഒരു പരിഹാരം ഒന്നും അവർക്ക് ലഭിച്ചില്ല. അതിന് പ്രധാന കാരണം ഈ പുരുഷന്മാരെ വിചാരം അവർ ഒന്നിനും കൊള്ളാത്തവരാണ്, അവർക്കൊന്നും അവർക്ക് അത്ര ശക്തിയില്ല, അങ്ങനെ അബലയാണ് ശബലാണ് അങ്ങനെയൊക്കെ വിചാരിച്ച് അവരെ അടിച്ചമർത്തപ്പെടുത്തുന്നു. പിന്നെ സ്ത്രീകൾ തന്നെ സ്വന്തം വിചാരിക്കുന്നു അനക്കൊന്നും അങ്ങനെ അത്രയും ഇപ്പൊ കായിക രംഗങ്ങൾ പിന്നെ അങ്ങനെ ഓരോ ഇപ്പൊ രാഷ്ട്രീയ അങ്ങനെയൊന്നും എത്താൻ കഴിയില്ല, അതെല്ലാം പുരുഷന് പറ്റിയ പണിയാണ് അങ്ങനെ വിചാരിക്കുന്നത്. അതെല്ലാം അവരുടെ തെറ്റായ ധാരണ, അതും മാറ്റണം. പിന്നെ ഈ അല്ല ഭാഗ്യം ഞാൻ ചോദിച്ചതെന്ന് വെച്ചാല് ഇന്നത്തെ ഈ സമൂഹത്തിൽ സ്ത്രീ എഴുത്തുകാർ ഒരുപാട് കടന്നു വരുന്നുണ്ട്. അപ്പൊ അതെന്താ ആ മേഖലയിൽ പ്രോത്സാഹനം കൂടിയതുകൊണ്ടാണോ? അതെന്ന് വെച്ചാല് ഇപ്പം സ്ത്രീകൾക്ക് കുറച്ചും കൂടി ഈ പുതിയ പുതിയ മേഖലകളിലേക്ക് കടന്നു വരാൻ വേണ്ടി കുറച്ചും കൂടി ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമത്തിന്റെ പിൻബലത്തിലാണ് അവരെ ഇങ്ങനെ മുന്നോട്ടേക്ക് വരുന്നത്. അതുപോലെ തന്നെ സ്ത്രീ ഇന്ന് മുന്നോട്ട് വന്നു എന്ന് വിചാരിക്കാം. ഒരു നല്ല എഴുത്തുകാരൻ അവരുടെ കഴിവ് വളരെയധികം ഇതാകുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അവള് സ്വന്തം അനുഭവങ്ങൾ അവൾക്ക് നേരിടേണ്ടി വന്ന എന്തെങ്കിലും ഒരു തെറ്റായ അനുഭവങ്ങൾ അവളുടെ എഴുത്തിലൂടെ പ്രദർശിപ്പിച്ചാൽ പിന്നീട് അവളെ അറിയപ്പെടുക അനാശാസ്ത്രക്കാരി അങ്ങനെയൊക്കെ ആയിരിക്കും. ഇതേ അനുഭവം തന്നെ ഒരു പുരുഷനാണ് എഴുതുന്നെങ്കിലും അവരത് എല്ലാവരും വളരെ ഭംഗിയായിട്ട് വായിക്കുകയും അത് അയാൾ എഴുതി ഭയങ്കര നല്ലൊരു കൃതിയാണെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അതൊരു സ്ത്രീയാണ് എഴുതിയതെങ്കിലോ അവള് തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവളാണ്. അങ്ങനെയൊക്കെയാണ് ഇന്ന് സമൂഹത്തിന്റെ കാഴ്ചപ്പാട്. അതൊക്കെ മാറ്റേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇന്ന് പകുതിയൊക്കെ മാറിയിട്ടുണ്ട്. എന്നാലും ഇനി മുഴുവനായി അത്തരത്തിലുള്ള വിചാരങ്ങൾ നമ്മൾ മാറ്റേണ്ടി
വഴിയിലേക്ക് നയിക്കുമെന്നാണ് ഈ ഞാൻ ഈ പാനൽ ചർച്ചയിൽ വിശ്വസിക്കുന്നത്. അപ്പൊ ഇത്രയും നടന്ന നമ്മുടെ ഈ പ്രശ്നങ്ങളും എല്ലാം കൂടി ഈ ചർച്ചയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം